അൻസിയ എന്തോ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? ഞാനിത് 3 ദിവസം. 3 ദിവസം. ആരാ കൊറിയോഗ്രാഫി ചെയ്തത്? ഞാൻ തന്നെ കൊറിയോഗ്രാഫി സ്വന്തമായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മളോട് നമ്മുടെ പ്രത്യേക അതിഥിയുണ്ട്, ശ്രീമതി സിതാര. അൻസിയുടെ പെർഫോമൻസ് നന്നായിരുന്നു അൻസിയ. താങ്ക് യു മാം. വളരെ ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. നല്ല എനർജി ഉണ്ടായിരുന്നു, എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മേക്കപ്പ് ഒക്കെ ആവാമായിരുന്നു എന്ന് തോന്നി പെർഫോമൻസ് കണ്ടപ്പോൾ. പിന്നീട് പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്യുന്നില്ല, മോള് പഠിച്ചിട്ടില്ല? ഇല്ല. ഡാൻസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഇതെന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ദൈവമേ, ഫസ്റ്റ് സ്റ്റേജ് ആണ്. സ്വന്തമായിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തത്? അത് 3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ്? അയ്യോ, അത് എന്താ, നല്ലൊരു കയ്യടി കൊടുക്കണം എല്ലാവരും ചേർന്നിട്ട്. എൻ്റെ ഒന്നും ആദ്യത്തെ സ്റ്റേജ് ചിന്തിക്കാൻ കൂടി എനിക്ക് പറ്റില്ല. വളരെ പ്രൊഫഷണലായിട്ട് അൻസിയ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ എങ്ങനെ കിട്ടി ഈ സ്റ്റെപ്സ് ഒക്കെ? എവിടെ നിന്ന് കിട്ടി? ഞാൻ TV നോക്കി പഠിച്ചു. കാണുമ്പോൾ അതുപോലെ ചെയ്ത് പഠിക്കും, കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കി ചെയ്തു. നല്ലൊരു സ്റ്റൈലുണ്ട്, സ്വന്തമായിട്ടൊരു സ്റ്റൈലുണ്ട്. ഓരോ ഡാൻസേഴ്സിനും ഒരുപാട് ഡാൻസേഴ്സിന് ഇല്ലാത്തൊരു കാര്യമാണ്. എല്ലാവരും ഒരേ ടൈപ്പിൽ ഡാൻസ് ചെയ്യും. സ്വന്തമായിട്ടൊരു വ്യക്തിത്വം, ഇന്ന ആൾ ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കാണാനൊരു പ്രത്യേകത, ഒരു വ്യക്തിത്വം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് അൻസിയയ്ക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഒരു മാസ്റ്ററിനെ കണ്ടെത്തി മാസ്റ്ററുടെ കീഴിൽ നൃത്ത പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. എല്ലാ ടൈപ്പ് നൃത്തവും വഴങ്ങുന്ന ഒരു രീതിയാണ് അൻസിയയ്ക്കുള്ളത് കേട്ടോ. സന്തോഷമായില്ലേ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മധുപാൽ സർ. എന്തോ ഇത് സത്യത്തിൽ വിശ്വസിക്കാവുന്ന കാര്യമാണോ അതോ നുണ പറഞ്ഞാണോ? സത്യമായിട്ട് പറഞ്ഞു. അങ്ങനൊരു അവസ്ഥയാണെങ്കിൽ സത്യമായിട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കാരണം പുള്ളി എൻ്റർടൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന അത്തരം വാല്യൂസ് നൽകുന്ന ഒരു കഴിവ് അനുസരിച്ച് ചെയ്തതിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നമ്മൾ കാണുമ്പോൾ ഒരു കാഴ്ചയ്ക്ക് നമുക്ക് ഗുണം കിട്ടുന്നുണ്ടല്ലോ, അതുണ്ട് ഒരു ഫീൽ ഗുഡ് അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മുഹമ്മദ് ഹനീഷ് സർ. അൻസിയ വാസ്തവത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്പം വിശ്വസിക്കാൻ പ്രയാസം തോന്നി. എങ്കിലും അത് തീർത്തു പറയുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൃത്തം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ നൃത്തത്തിന് പിന്നിലുള്ള ആ ഒരു സന്തോഷമായിരുന്നു. ആ നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷം ഓരോ ചുവടുവെപ്പിലും ഉണ്ടായിരുന്നു. അത് ആസ്വദിച്ച് നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. ആ ഒരു മനസ്സ് നിറഞ്ഞുകൊണ്ടും പൂർണ്ണമായിട്ടുള്ള സമർപ്പണ മനോഭാവത്തോടു കൂടിയും അവനവൻ ചെയ്യുന്ന ഏത് കർത്തവ്യവും ഏറ്റെടുത്താൽ നല്ലൊരു നേതാവ്, നല്ലൊരു പൊതുപ്രവർത്തക തീർച്ചയായിട്ടും ആയിത്തീരാൻ അൻസിയയ്ക്ക് സാധിക്കും. ആശംസകൾ. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഓൾമോസ്റ്റ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, സ്റ്റേജിൻ്റെ എല്ലാ കോർണറിലും എത്തിപ്പെട്ടിട്ടുണ്ട് ആള്. സംഭവം കേട്ടോ. ഇനി ബാക്കിയുള്ള റൗണ്ടിലൊക്കെ ഇതുപോലെ തന്നെ മിടുക്കിയായിട്ട് നിൽക്കട്ടെ. ഇനി അഭിപ്രായങ്ങളൊക്കെ കേട്ടു, മാർക്സ് കിട്ടണ്ടേ? ചോദിക്കാം. ശ്രീമതി സിതാര. അൻസിയ 50ൽ 38. താങ്ക് യു മാം. മധുപാൽ സർ. 25ൽ 18. താങ്ക് യു സർ. മുഹമ്മദ് ഹനീഷ് സർ. 25ൽ 19. താങ്ക് യു സർ. അൻസിയ, അങ്ങനെ പെർഫോമൻസ് റൗണ്ടിൽ 75 മാർക്സ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. തുടർന്നുള്ള റൗണ്ടുകളിൽ ഇതിലും മേലെ മാർക്സ് വാങ്ങിക്കാൻ ഉദ്ദേശമിടുക. ഒപ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ സമൂഹത്തിന് നമ്മളെ കൊണ്ട് നന്മയുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുഹമ്മദ് സിയാദ്. മിഷൻ വിഷൻ റൗണ്ടാണ്. 1 മിനിറ്റിൽ ജഡ്ജസ് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് തന്നാൽ കഴിയും വിധം ആ 1 മിനിറ്റിനകത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോയിന്റ്സ് എത്തിക്കണം. ഓൾ ദി ബെസ്റ്റ്. ജഡ്ജസിനോട് ചോദിക്കാം, എന്താണ് ലഭിക്കുന്ന വിഷയം? ജഡ്ജസ് പ്ലീസ്. മുഹമ്മദ് ഹനീഷ് സർ. സിയാദിനെ കാണുമ്പോൾ തന്നെ ആ മുഖത്ത് പ്രസരിക്കുന്നത് എന്താണെന്ന് ഒരു പ്രത്യേക വികാരമാണ്. ആ വികാരം തന്നെയാണ് വിഷയം. 1 നിമിഷം നേരം സംസാരിക്കാൻ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ
എന്ന് കവി വചനം എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ സ്നേഹത്തെ നിർവചിക്കാനാവാത്തൊരു വികാരമാണ് സ്നേഹം. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ലവ് ഈസ് കോൺസ്റ്റൻറ്റ്, അതായത് എന്നും നിലനിൽക്കുന്നത് ലോകത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സോണറ്റ് 16 പറഞ്ഞിട്ടുള്ളതാണ്, ലവ് ഈസ് കോൺസ്റ്റൻറ്റ് ലൈക്ക് ഈസ് എ പോൾ സ്റ്റാർ. അതായത് പോൾ സ്റ്റാർ ഒരിക്കലും മാറില്ല, അതുപോലെ സ്നേഹം ഒരിക്കലും മാറില്ല, അത് അതേ അളവിൽ ലോകത്തെന്നും നിലനിൽക്കും. മറ്റുള്ളതൊക്കെ നശിച്ചു പോകും, റോസി ലിപ്സ് ആണെങ്കിലും നമ്മുടെ ഈ സൗന്ദര്യമാണെങ്കിലും എല്ലാം നശിച്ചു പോകും, പക്ഷേ സ്നേഹം അതുപോലെ എന്നും നിലനിൽക്കും. സ്നേഹത്തിൻ്റെ പല വകഭേദങ്ങളാണ് കരുണ, പിന്നെ അതുപോലെ മനുഷ്യർ തമ്മിലുള്ള ഒരു സഹജമായ സ്നേഹം എല്ലാ ജീവികളും തമ്മിലുള്ളത് പോലെയല്ല മനുഷ്യർ തമ്മിലുള്ള സ്നേഹം. നമുക്കപ്പോൾ ജഡ്ജസിനോട് ചോദിക്കാം. ജഡ്ജസ് മുഹമ്മദ് ഹനീഷ് സർ, വാസ്തവത്തിൽ ഈ സ്നേഹം എന്ന വിഷയം ലഭിക്കുമെന്ന് വല്ല മുൻധാരണയുണ്ടായിരുന്നോ? ഇല്ല സർ, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഷേക്സ്പിയറിൻ്റെ വചനമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഒരു ചെറിയ സന്ദേഹം വേറൊന്നും കൊണ്ടല്ല, ഒന്നുകിൽ സ്നേഹത്തോടുള്ള അചഞ്ചലമായ വിശ്വാസം, അതല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുൻ തയ്യാറെടുപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, തയ്യാറെടുപ്പുണ്ടായിരുന്നില്ല, ഒന്നുമില്ല. ഏതായാലും നൈസർഗികമായ പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് 10-ൽ ഞങ്ങൾ 6 മാർക്ക് നൽകുന്നു. താങ്ക് യു സർ. ടാസ്ക് റൗണ്ടിൽ 83, ഇപ്പോൾ മിഷൻ 6, ഇപ്പോൾ ടോട്ടൽ 89 മാർക്സ് ആണ് സിയാദിന് ലഭിച്ചിരിക്കുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ടും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സിയാദ്. താങ്ക് യു. ഒഡീസിയ യുവതാരം പവേർഡ് ബൈ മിന TMT 500യുടെ ഇന്നത്തെ ഈ അധ്യായം പൂർണ്ണമാവുകയാണ്. ഒരുപാട് ചിന്തകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ അധ്യായവും അവസാനിക്കുന്നത്. മറ്റു ചിന്തകളുമായി വീണ്ടും കാണാം, മറ്റൊരു അധ്യായമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. സേവന സന്നദ്ധമായ മനസ്സുമായി പൊതുപ്രവർത്തന രംഗത്ത് ഒരു ദശകമായി പ്രവർത്തിച്ചു വരുന്നതിന്റെ ആത്മവിശ്വാസവുമായി കൊല്ലം മാറനാട് സ്വദേശി അനുരാജ് ഒഡീസിയ യുവതാരത്തിന്റെ മത്സരവേദിയിലേക്ക്. കടന്നു വരണേ, രണ്ടായിട്ട് നിന്ന് നമുക്ക് ചെയ്യാം. നന്നായിട്ട് ചെയ്തു. പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, ജനങ്ങളെ സഹായിച്ചു, പഞ്ചായത്ത് സഹായിച്ചു, കുടുംബശ്രീക്കാരുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അനുരാജിന്റെ ക്ഷീണയത്നം ഏറെ ശ്രദ്ധയാകർഷിച്ചു. ഗംഭീരമായൊരു പ്രൊഫൈലാണ് കാണാൻ സാധിച്ചത്. സ്റ്റൈൽ നന്നായിട്ടുണ്ട്, സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു.